ഇന്ന് ജനങ്ങൾ നേരിടുന്ന പ്രശ്നം വളരെ രൂക്ഷമാണ്. പ്രത്യേകിച്ച് ഈ പ്രദേശത്ത് അവരുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം ഇല്ല എന്നുള്ള ആ ബോധ്യം അനേകർക്കുണ്ട്. അതുകൊണ്ട് ഗവൺമെൻറ്റും രാഷ്ട്രീയക്കാരും നിസ്സഹായരായി നിൽക്കുകയാണ്. ജനങ്ങളെ സഹായിക്കാനായിട്ട് ഇറങ്ങി വരുന്നില്ല. ഈ അവസരത്തിൽ എനിക്ക് തോന്നുന്നത് ദൈവത്തിൽ വിശ്വാസമുള്ളവരും മനസാക്ഷിയുള്ളവരും നന്മ ആഗ്രഹിക്കുന്നവരും എല്ലാവരും ഒരുമിച്ച് വരിക എന്നുള്ളതാണ്. അതിനുവേണ്ടി കോതമംഗലം രൂപത ഒരു പ്രതിഷേധം എന്നതിനേക്കാൾ കൂടുതലായിട്ട് അവകാശ സംരക്ഷണ റാലി നടത്തുകയാണ്. അതിൽ ക്രൈസ്തവ വിശ്വാസികളോടൊപ്പം തന്നെ മറ്റെല്ലാ സമുദായക്കാരും സഹകരിക്കുന്നുണ്ട്. ഇന്നിൻ്റെ ഒരു ആവശ്യമായിട്ട് കരുതി ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സമ്മേളനമാണിത്. നമ്മുടെ രൂപത കീഴിൽ മാത്രമല്ല, നമ്മുടെ നാട്ടിലാകെ തന്നെ ഇത്തരത്തിലുള്ള വന്യമൃഗങ്ങളുടെ ശല്യം കൂടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അതിനൊരു ഫലപ്രദമായ ഒരു ഇടപെടൽ അതിനെ നിയന്ത്രിക്കാൻ ഉണ്ടാകുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? അതിൻ്റെ ഫലപ്രദമായിട്ടുള്ള ഒരു പ്രതിരോധം ഗവൺമെൻറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചേരി നിൽക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് പറയുന്നു സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ടെന്ന്. സംസ്ഥാന ഗവൺമെൻറ് പറയുന്നത് ഞങ്ങൾക്ക് അധികാരമില്ല, അത് കേന്ദ്രം നിയമം മാറ്റണമെന്ന്. രണ്ട് കൂട്ടരും ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ആത്മാർത്ഥതയുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാരും ഗവൺമെൻറ്റും ചെയ്യേണ്ടത് ഈ നിയമം മാറ്റി എഴുതേണ്ടിയിരിക്കുന്നു. കാലഹരണപ്പെട്ട നിയമമാണിത്. ഈ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് ജനങ്ങളുടെ സുരക്ഷിതത്വം ജനങ്ങളുടെ നന്മയെ ഉദ്ദേശിച്ചല്ല. അത് മൃഗങ്ങൾക്ക് വേണ്ടിയുള്ള നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, മൃഗങ്ങളല്ല ഈ ഗവൺമെൻറ് തിരഞ്ഞെടുത്തത്, ജനങ്ങളാണ്. ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ടതാണ്. അപ്പോൾ നാം കാണുന്നത് ഇപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകൾ മൃഗങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ള ആ വേദനാജനകമായ സത്യം അതും പറയാതിരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ചെയ്യേണ്ടത് ഗവൺമെൻറ്റുകൾ ഈ നിയമം മാറ്റി എഴുതുക എന്നുള്ളതാണ്. ഇവിടെ ഒത്തിരി കാര്യത്തിന് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യജീവന് ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു കാലഹരണപ്പെട്ട നിയമമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഈ കാട്ടു നിയമം മാറ്റി എഴുതണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഈ നിയമത്തിൻ്റെ പരിരക്ഷ പലപ്പോഴും കാട്ടുമൃഗങ്ങൾക്കൊക്കെ ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വന്യജീവികൾക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യന് കിട്ടാതെ പോകുന്നുണ്ട്. മനുഷ്യന് നീതി കിട്ടുന്നില്ല, നിയമത്തിൻ്റെ ആനുകൂല്യം അല്ലെങ്കിൽ നിയമത്തിൻ്റെ അവകാശം ലഭിക്കുന്നില്ല എന്ന് സത്യമാണ്. കാരണം അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ കോർപ്പറേറ്റുകളെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഫോറസ്റ്റ് അധികാരികളും ഗവൺമെൻറ്റും നിലകൊള്ളുന്നു എന്നുള്ളതാണ് പലപ്പോഴും നാം കണ്ടുവരുന്നത്. നമുക്കിവിടെ വനവിസ്തൃതി കൂട്ടുക എന്നതിനേക്കാൾ കൂടുതലായിട്ട് വനം സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വം വനപാലകർക്കുണ്ട്. അതിന് ചെയ്യേണ്ടത് വനത്തിൽ തടയണ ഉണ്ടാക്കുക, അതോടൊപ്പം തന്നെ വനത്തിലെ മറ്റ് സസ്യജാതികളൊക്കെ അത് വളരുവാനുള്ള സാഹചര്യം ഉണ്ടാകണം. ഇപ്പോൾ ഒരു തേക്ക് പിന്നെ അതുപോലുള്ള മറ്റ് വൃക്ഷങ്ങളൊക്കെ നട്ട് സാധാരണ ഒരു സമൃദ്ധമായ വനപ്രദേശം വനസമൃദ്ധി അത് നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നു. ഈ ബോധമില്ലാത്ത പോത്തിനോടോ ആനയോടോ പന്നിയോടോ പറഞ്ഞിട്ട് കാര്യമില്ല. ബോധമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഗവൺമെൻറ്റുകളോട് രാഷ്ട്രീയക്കാരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയൊരു നിസ്സഹായാവസ്ഥയിലാണ് ജനങ്ങൾ. ഈ അവസരത്തിൽ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ പരിഹാരം ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ. ആദ്യമായി പരിഹാരം ഉണ്ടാകേണ്ടത് നിയമം മാറ്റി എഴുതണം. അതോടൊപ്പം തന്നെ ഈ വനപാലകർ ജനങ്ങളുടെ സുരക്ഷയും കൂടി മുന്നിൽ കരുതിക്കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യണം. മനുഷ്യൻ്റെ ജീവനും സ്വത്തിനുമൊക്കെ സംരക്ഷണം നൽകുക എന്നുള്ളതാണ് പ്രാഥമിക ചുമതല സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. അതിൽ പരാജയപ്പെടുന്നുണ്ടോ സർക്കാർ? ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് ഗവൺമെൻറ്റുകൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഈ ജനത്തിൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള ഉത്തരവാദിത്തത്തിൽ ഗവൺമെൻറ്റുകൾ പരാജയപ്പെടുന്നു. രാഷ്ട്രീയക്കാർ മാറി മാറി അവരുടേതായ അജണ്ട നടപ്പിലാക്കുവാൻ പരിശ്രമിക്കുമ്പോൾ ജനങ്ങളെ ശ്രദ്ധിക്കുവാനോ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുവാനോ അവർ സാധിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ചിന്ത.